58-ാം ദിവസം പിന്നിടുന്ന ആശാ സമരത്തിൽ ഇന്നലെ മന്ത്രി വി ശിവൻകുട്ടിയുമായി നടത്തിയ ചർച്ചയിൽ നേരിയ പ്രതീക്ഷ. 2 മാസത്തോളമായി സെക്രട്ടേറിയറ്റിനു മുൻപിൽ ആശമാർ നടത്തുന്ന സമരം ഒത്തുതീർപ്പാക്കാൻ ഇതിനു മുൻപ് മന്ത്രി വീണ ജോർജുമായി 3 ചർച്ചകൾ നടത്തിയെങ്കിലും പരാജയപ്പെടുകയാണുണ്ടായത്. ഇതിനെ തുടർന്നാണ് മന്ത്രി വി ശിവൻകുട്ടിയുമായുള്ള ചർച്ച നടന്നത്. ചർച്ചയിൽ തത്വത്തിൽ ഓണറേറിയം വർദ്ധിപ്പിക്കാമെന്ന് മന്ത്രി ഉറപ്പു നൽകിയിട്ടുണ്ടെങ്കിലും ഓണറേറിയം വർധനവ് നൽകിയാൽ മാത്രമേ സമരം അവസാനിപ്പിക്കാൻ സാധിക്കൂ എന്നാണ് ആശമാർ വ്യക്തമാക്കിയത്. ആശമാരുടെ വികാരങ്ങളും ആവശ്യങ്ങളിലെ സത്യസന്ധതയും തൊഴിൽ മന്ത്രി മനസ്സിലാക്കിയെന്നാണ് ചർച്ചയിൽ വ്യക്തമായതെന്ന് സമരസമിതി പ്രസിഡന്റ് വി.കെ. സദാനന്ദൻ പറഞ്ഞു. അവസാന കൂടിക്കാഴ്ചയുടെ മിനിറ്റ്സ് മന്ത്രിയുടെ പക്കലുണ്ടായിരുന്നു. ഓണറേറിയം വർദ്ധിപ്പിക്കുന്നതിനു പുറമെ പഠനസമിതിക്കായുള്ള കാലാവധി 1 മാസമായി കുറയ്ക്കണമെന്ന ആവശ്യം ആരോഗ്യമന്ത്രിയുമായി ചർച്ച ചെയ്യാമെന്നും മന്ത്രി ഉറപ്പു നൽകിയിട്ടുണ്ട്. ഈ 2 ആവശ്യങ്ങൾ അംഗീകരിച്ച് ഉത്തരവിറക്കാതെ സമരം അവസാനിപ്പിക്കില്ലെന്ന നിലപാടിൽ തന്നെയാണ് ആശമാർ. അതേസമയം കമ്മീഷനെ നിയോഗിക്കുന്നതിലൂടെ സമരം നീട്ടിക്കൊണ്ടുപോകാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് സമരവേദിയിലെത്തിയ കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ പറയുകയുണ്ടായി. ഓണറേറിയം വർദ്ധിപ്പിക്കാമെന്ന് തത്വത്തിൽ പറയുന്നുണ്ടെങ്കിലും മോണിറ്ററി ബെനഫിറ്റ് ഉണ്ടെങ്കിലേ സമരം അവസാനിപ്പിക്കാൻ കഴിയൂ എന്ന നിലപാടിൽ തന്നെയാണ് ആശമാരിപ്പോൾ. ചർച്ചയിൽ പഴയ ഫോർമുല തന്നെയാണ് തങ്ങൾ മുന്നോട്ട് വെച്ചതെന്നും ആദ്യം 3000 രൂപ കൂട്ടുക, അതിനുശേഷം കമ്മീഷനെ വെച്ച് പഠനം നടത്തുക, പഠനസമിതിയെ വെച്ച് പഠനം നടത്തുന്ന കാലാവധി 1 മാസമായി കുറയ്ക്കുക എന്നീ 2 ആവശ്യങ്ങളാണ് അവർ പ്രധാനമായും മുന്നോട്ട് വെച്ചത്. ഈ ആവശ്യങ്ങൾ അത് ഉത്തരവായി ഇറക്കുകയും വേണമെന്നും അങ്ങനെയാണെങ്കിൽ മാത്രമേ സമരം അവസാനിപ്പിക്കാം എന്നാണ് മന്ത്രിയോട് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ സർക്കാർ ഈ കാര്യത്തിൽ ചെയ്യേണ്ട എല്ലാ വിട്ടുവീഴ്ചകളും ചെയ്തിട്ടുണ്ടെന്നും ഇതിൽ കൂടുതലൊന്നും ചെയ്യാനില്ലെന്നാണ് മന്ത്രി വി ശിവൻകുട്ടി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ഈ കുംഭച്ചൂടിൽ ആ സ്ത്രീകളെ ഇനിയും വെയിലത്തിരുത്തി സമരം ചെയ്യിപ്പിക്കാതെ എത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരു പ്രശ്നത്തിൽ സർക്കാർ അനുകൂല നിലപാടെടുക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം.